പ്രായമായവർക്ക് വരെ വളരെയധികം ഹെൽപ്ഫുൾ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാരണം നമുക്ക് പ്രായമാവും തോറും മെമ്മറി ലോസ് വരാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അപ്പം അതിന് ഇത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ നന്നായി ഷാർപ്പാവും, മെമ്മറി പവർ കൂട്ടാനായിട്ട് സഹായിക്കും. ഹായ്, അമിത് സോവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ വളരെ ഈസി ആയിട്ട്, സിമ്പിളായിട്ട്, വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാണായാമത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള പ്രാണായാമത്തേക്കാൾ വളരെയധികം നമ്മളുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കാനും മെമ്മറി പവർ കൂട്ടാനും നമ്മൾ തരത്തിൽ അല്ലെങ്കിൽ പല മേഖലയിൽ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും പലതരത്തിലായിരിക്കും നമുക്ക് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാനായിട്ട്, ഈ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഉറക്കക്കുറവ്, തലവേദന, അനാവശ്യമായ ദേഷ്യം, ഇതിനൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് ഈ ഒരൊറ്റ പ്രാണായാമം കൊണ്ട് സാധിക്കും കേട്ടോ. ഈ ഒരു പ്രാണായാമത്തിന് പ്രത്യേകം ചിട്ടകളൊന്നുമില്ല. അതായത് പത്മാസനത്തിനിരിക്കണം, മറ്റെവിടെയെങ്കിലും ഇരിക്കണം, അങ്ങനെ മാറ്റിലിരിക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണത്തിന് മുമ്പ്, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കട്ടിൽ തന്നെ തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് എവിടെയാണോ ഫ്രീ ആയിരിക്കാൻ പറ്റുന്നത് അവിടെ ഫ്രീ ആയിട്ടിരിക്കുക. ഏത് ടൈമിൽ നമുക്ക് ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് എപ്പോഴാണോ കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നത് ആ ടൈമിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് നമ്മളുടെ സ്ട്രെസ്സൊക്കെ പോയി മൈൻഡ് വളരെ കൂളാവുന്നത്, വളരെ കാം ആൻഡ് ക്വയറ്റ് ആവുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ഒരു 5 to 7 ടൈംസ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അതേപോലെ നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, സ്പൈനൽ നട്ടെല്ല് നിവർന്നിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഭ്രാമരി പ്രാണായാമം ഞാനിവിടെ 2 വേർഷൻ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സിമ്പിളായത് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുക. അതിനുശേഷം ശ്വാസം മൂക്കിലൂടെ മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. അതിനുശേഷം ഭ്രമര എന്ന് പറഞ്ഞ വണ്ടാണ്. അപ്പോൾ ആ വണ്ടിൻ്റെ ശബ്ദത്തിൽ നമ്മൾ മൂളുക. ആ മൂളുന്നതോടൊപ്പം ശ്വാസം മൂക്കിലൂടെ തന്നെ സ്ലോവിലി പുറത്തേക്ക് വിടുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു തവണ അവിടെ കാണിക്കാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായ അടയ്ക്കുക, മൂക്കിലൂടെ തന്നെ തിരിച്ചും വിടുക. വണ്ടിൻ്റെ ശബ്ദത്തിൽ മുളക്ക് കൊടുക്കുക. രണ്ടാമത്തെ വർഷം ചൂണ്ടുവിരൽ നമ്മളുടെ ചെവിയുടെ ചെവിയുടെ ഉള്ളിലല്ല, ഈ സൈഡിലുണ്ടല്ലോ, ഇവിടെ പുറത്ത് വെച്ചിട്ട് ചെവിയെ അടയ്ക്കുക. അതിനുശേഷം നാവ് മുകളിലോട്ട് മുട്ടിക്കുക, മുകളിലത്തെ തൊണ്ണിൽ തൊടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ണാക്കിലേക്ക് മടക്കി വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇതിലേതെങ്കിലും. ഇതേപോലെ തന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, മൂക്കിലൂടെ തന്നെ ഇടുക. 1 ടൈം കൂടെ കാണിച്ചു തരാം. ചെവി അടച്ചു പിടിക്കുക. ഇത് നിങ്ങൾ ഒരു 5 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ തലയിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നമ്മളെ ബ്രെയിനിലെ കോശങ്ങളൊക്കെ ഒരു മസാജർ പോലെ മസാജ് ചെയ്യാനുള്ള കഴിവ് ഈ പ്രാണായാമത്തിനുണ്ട്. നമ്മൾ ബ്രെയിനെ മാത്രമല്ല കേട്ടോ, ബോഡി മൊത്തമായിട്ട് നമുക്ക് എന്താ പറയുക, ഇത് ഒരു 5 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീല്, എന്തോ ഭയങ്കരമായിട്ട് ഒരു റിലീഫ് കിട്ടിയ ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് അനുഭവിച്ചറിയാം. ഞാൻ ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്ന അറിയില്ല. അത് നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എവിടെയാണോ എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് ആ ടൈമിൽ, ഇപ്പോൾ സെക്കൻഡ് പറഞ്ഞ വേർഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഒരു ബുദ്ധിമുട്ട് തോന്നാം, നാവ് മടക്കി വെക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 ടൈമോ അല്ലെങ്കിൽ 2 ടൈമോ അങ്ങനെ ചെയ്താലും മതി. അത് നമുക്ക് പതിയെ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം.
നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എവിടെയാണോ ഒരു ഇച്ചിരി സമയം നമുക്ക് കിട്ടുന്നത്, എവിടെയാണോ പോയിരിക്കുന്നത്, എപ്പോഴാണെങ്കിലും നമ്മൾ ഓക്കെ ആവുന്ന സ്ഥലത്ത് നമ്മൾ ഫ്രീ ആയിട്ടുള്ളപ്പോഴൊക്കെ നമുക്കിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ചയൊന്നും ആവണ്ട കേട്ടോ. അതിന് മുമ്പേ നമ്മളുടെ മെമ്മറിയൊക്കെ ഭയങ്കര ഷാർപ്പും ആവും, അതേപോലെ കാമാവാനും സഹായിക്കും. അപ്പോൾ കുട്ടികൾ തൊട്ടിട്ട് പ്രായമായവർക്ക് വരെ വളരെയധികം ഹെൽപ്ഫുള്ള വീഡിയോ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാരണം നമുക്ക് പ്രായമാവും തോറും മെമ്മറി ലോസ് വരാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അപ്പം അതിന് ഇത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ നന്നായി ഷാർപ്പാവും, മെമ്മറി പവർ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് വളരെയധികം എല്ലാവർക്കും ഹെൽപ്ഫുള്ളായ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അനുഭവം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്